പണിമുടക്ക് രണ്ടാം ദിവസം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ BMS ഇതര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത് 48 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്ക് തുടരുകയാണ്. ഡൽഹി അടക്കം വലിയ നഗരങ്ങളിലെ വ്യാവസായിക മേഖലകളിൽ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുത്തു. മിക്ക സംസ്ഥാനങ്ങളിലും തീവണ്ടി, റോഡ് ഗതാഗതത്തെ പണിമുടക്ക് ബാധിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികൾ ഇന്നും ട്രെയിൻ തടയുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കണ്ണൂരും ട്രെയിൻ തടഞ്ഞ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജീവനക്കാർ പണിമുടക്കിലായതിനാൽ KSRTC ഇന്നും സർവീസ് നടത്തുന്നില്ല. തിരുവനന്തപുരത്ത് SBI ശാഖ പണിമുടക്കാനുകൂലികൾ അടിച്ചു തകർത്തു. പണിമുടക്ക് ശബരിമലയിലെ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായി. വിശദാംശങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? SBI ബാങ്കിന് നേരെ അക്രമം ഉണ്ടായി എന്നറിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ. തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് സമീപത്തുള്ള ട്രഷറി ബ്രാഞ്ചിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഏകദേശം 10:15 സമരാനുകൂലികളായ ഒരു 10ഓളം ആളുകൾ ബാങ്കിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. കയറിയ ശേഷം ബാങ്ക് മാനേജറെ ശകാരിക്കുകയും ഉടൻ തന്നെ ബ്രാഞ്ച് അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അത് കൂട്ടാക്കാതെ നിന്ന സാഹചര്യത്തിൽ ബാങ്ക് മാനേജർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയും ബാങ്ക് മാനേജറുടെ മുന്നിലുണ്ടായിരുന്ന ഓഫീസിന്റെ കമ്പ്യൂട്ടറുകൾ തകർക്കുകയും ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന ടേബിൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ അടിച്ചു തകർത്ത ശേഷം ഒരു 5 മിനിറ്റിനകം തന്നെ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇവർ ഈ വന്നു കയറിയ പണിമുടക്ക് അനുകൂലികളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇപ്പോൾ തന്നെ ബാങ്ക് അടയ്ക്കുമെന്ന്. പക്ഷെ അത് കേൾക്കാൻ കൂട്ടാക്കാതെയായിരുന്നു അക്രമമെന്നും ഇപ്പോൾ ബാങ്ക് മാനേജർ പ്രതികരിച്ചു. ബാങ്കിന്റെ മാനേജർ ഇരിക്കുന്ന ടേബിളിന് മുകളിലിട്ടിരുന്ന ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർത്തു. കൂടാതെ ഒരു കമ്പ്യൂട്ടറിന്റെ മോണിറ്ററും ഇവർ അടിച്ചു തകർത്തു. ഇത്തരത്തിൽ തള്ളി തുറന്ന് അതിക്രമിച്ച് അകത്ത് കയറുകയായിരുന്നു എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരും പറയുന്നത്. സെക്യൂരിറ്റി ജീവനക്കാർ പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യം അംഗീകരിക്കാതെ തള്ളി തുറന്ന് അകത്ത് കയറിയാണ് അക്രമം നടത്തിയതെന്നും ഇപ്പോൾ ബാങ്ക് ജീവനക്കാർ വ്യക്തമാക്കുന്നു. തീർച്ചയായും ഉമേഷ്, പണിമുടക്കിന്റെ ഭാഗമായി അക്രമം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ബാങ്ക് തല്ലി തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഉറപ്പുകൾ ഉണ്ടായിരുന്നു. സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പുകൾ, ജനങ്ങളോട് നൽകിയ ഉറപ്പുകൾ, അതൊക്കെയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ വ്യാപാരികൾക്ക് നേരെയുണ്ടായി. പക്ഷേ ഇതിലൊരു സംശയം, ഈ അക്രമികൾ അവരാരെ എന്നതിനെ കുറിച്ചുള്ള സൂചന അത് വല്ലതും ഉണ്ടോ? തീർച്ചയായും അതിന്റെ CCTV ദൃശ്യങ്ങൾ അല്പസമയത്തിന് ഞങ്ങൾക്ക് ലഭ്യമാകും. അത് ഈ സമരാനുകൂലികളായ ആളുകളെയാണ്. കൃത്യമായി ആളുകൾ ആരൊക്കെയാണ് എന്ന് ബാങ്ക് മാനേജറും അധികൃതരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ സമരാനുകൂലികളാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. സമരത്തിന്റെ ഭാഗമായി നിന്നവർ തന്നെയാണ്. അതിൽ ഏകദേശം 10ഓളം പേരുണ്ടായിരുന്നു. അതായത് ഇവര് വരുന്നു, ബാങ്ക് അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അടയ്ക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടും ആക്രമിക്കുന്നു, മാനേജറുടെ ക്യാബിൻ തല്ലിപ്പൊളിക്കുന്നു. തികഞ്ഞ ശുദ്ധ അക്രമമാണ്. അത് നടത്തിയവർ ആര് എന്നുള്ളതാണ് പ്രധാന ചോദ്യവും. അപ്പൊ മാനേജറുടെ മൊഴി അനുസരിച്ചും അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും അവർ ഈ അക്രമം നടത്തി എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും മാനേജർ അങ്ങനെയാണ് പറഞ്ഞത്. തങ്ങൾ ഇപ്പോൾ തന്നെ ബാങ്ക് അടയ്ക്കുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ അത് കൂട്ടാക്കാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ബാങ്കിനുള്ളിൽ കയറി അതിക്രമിച്ച് കയറി. ബാങ്കിന് മുന്നിൽ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് അകത്ത് കയറിയ ശേഷമായിരുന്നു ഈ ആക്രമണം നടത്തിയത്. ബാങ്ക് മാനേജർ അപ്പോൾ തന്നെ എണീറ്റ് പറഞ്ഞു തങ്ങൾ ഇപ്പോൾ അടയ്ക്കാൻ പോവുകയാണ്, പണിമുടക്കിനെതിരല്ല എന്ന് പറഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിൽ പറഞ്ഞിട്ടും ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ ഇവർ നിന്നില്ല. പകരം ഈ ബാങ്കിന്റെ മുന്നിലുള്ള, അതായത് മാനേജറിന് മുന്നിലുള്ള ടേബിളിന് മുകളിൽ ഇട്ടിരുന്ന ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർക്കുകയും അതിന് പുറത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ എടുത്ത് തറയിലിടുകയും ചെയ്തു. കൂടാതെ അസഭ്യം വിളിക്കുകയും ശകാരിക്കുകയും ബാങ്കിലെ മറ്റ് ജീവനക്കാരെ ശകാരിക്കുകയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ശേഷമാണ് ഏകദേശം 5 മിനിറ്റോളം അവർ ബാങ്കിനുള്ളിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഇറങ്ങിപ്പോയത്. അവരിപ്പോഴും ഇവിടെ ഈ പരിസരത്ത് തന്നെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാകണം. പക്ഷേ മറ്റ് നടപടികളൊന്നും പോലീസ് എടുക്കാൻ തയ്യാറായില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു അക്രമം നടന്നിരിക്കുന്നു. അതും ഈ സമരപന്തൽ എന്ന് പറയുന്നത്, കൃത്യമായി സമരപന്തൽ എന്ന് പറയുന്നത് ഇതിന് നേരെ മുൻഭാഗത്താണ്. ഈ സംയുക്ത സമരസമിതിയുടെ സമരപന്തൽ ഇവിടെയാണ് അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കാൻ പോകുന്നതും. അതായത് SBI ബാങ്കിന്റെ നേരെ മുന്നിലാണ് സമരപന്തൽ. അവിടെ നിന്നാണ് ആളുകൾ അകത്ത് കയറി ഈ അതിക്രമം കാട്ടിയതും. ഇത് തടയാൻ തങ്ങൾ സമരത്തിനെതിരല്ല, ഇപ്പോൾ തന്നെ ബാങ്ക് അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് പോലും അത് കൂട്ടാക്കാനോ അത് ഉൾക്കൊള്ളാനോ തയ്യാറാതെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ
ഇവർക്ക് അടിച്ചുപൊട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇതുവരെ ലഭിച്ചില്ല. എങ്കിൽ പോലും കയറി പോകുന്ന CCTV ദൃശ്യങ്ങൾ അല്പസമയത്തിനു നമുക്ക് അത് നൽകാൻ കഴിയും. ഇത്തരത്തിൽ ശുദ്ധമായി പറഞ്ഞു കൃത്യമായ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ടായിരുന്നു അകത്തേക്ക് അതിക്രമിച്ച് കയറിയതും. ഈ ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായതും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് ഔദ്യോഗികമായി സമരസമിതിയിലെ ആളുകളോ ആരും ഔദ്യോഗികമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല. കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോൾ ഉമേഷ്, ഈ സമയത്ത് ബാങ്ക് മാനേജർ പറയുന്ന അനുസരിച്ചാണ് ഈ സമയത്ത് മാനേജറെ കൂടാതെ ബാക്കി ജോലിക്കാരും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും ഇതിനൊരു കൃത്യമായി പറയേണ്ട ഒരു കാര്യം, ഇതിൽ ആദ്യമേ അകത്ത് കയറുമ്പോൾ തന്നെ ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അകത്ത് കയറിയത് എന്ന് വേണം കരുതാൻ. കാരണം മുന്നിൽ നിൽക്കാൻ സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞു, പക്ഷെ അത് കേട്ടില്ല. കേൾക്കാതെയാണ് ഏകദേശം 10ഓളം വരുന്ന ആളുകൾ അകത്ത് കയറി വന്നത്. അകത്ത് കയറി വന്ന ശേഷം ഈ സെക്യൂരിറ്റിയെ മറികടന്ന് നേരെ ബ്രാഞ്ച് മാനേജറുടെ റൂമിലേക്ക് കയറിപ്പോയി. ബ്രാഞ്ച് മാനേജറുടെ റൂമിലേക്ക് കയറിപ്പോയ സമയത്ത് തന്നെ ബാങ്ക് മാനേജറുടെ റൂമിലേക്ക് കയറിപ്പോയ സമയത്ത് തന്നെ തങ്ങൾ ഈ സമരത്തിന് എതിരല്ല, സമരത്തിന് അനുകൂലികളാണ്, സമരത്തെ എതിർക്കുന്നില്ല, അല്പസമയത്തിനകം തന്നെ ബ്രാഞ്ച് അടയ്ക്കുമെന്ന് പറയുകയും ചെയ്തത്. എന്നാൽ അത് കേൾക്കാതെയാണ് ഈ അതിക്രമം നടത്തുകയും ഏകദേശം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് മാനേജറുടെ റൂം എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു പക്ഷേ എത്രത്തോളമാണ് ഈ ഒരു അതിക്രമം നടത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടു തുടങ്ങുമെന്ന് കരുതുന്നു. ഈ ദൃശ്യങ്ങൾ, അതായത് ബ്രാഞ്ച് മാനേജറുടെ റൂമിനകത്ത് കയറി ആ ടേബിൾ പൂർണ്ണമായി അടിച്ചു തകർക്കുകയും അതിന് മുകളിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ അത് ഉമേഷ് പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. എത്രമാത്രം അക്രമമാണ് അവിടെ നടത്തിയത് എന്നുള്ളത് വ്യക്തവുമാണ്. ബാങ്ക് മാനേജറുടെ വാക്കനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ പണിമുടക്കുന്നവർ സഹകരിക്കുന്നു, ഞങ്ങൾ പൂട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും ഈ അക്രമം നടത്തിയവർ അക്രമികൾ എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. പണിമുടക്ക് അനുകൂലികൾ എന്ന് തന്നെ വിളിക്കണമെന്നുള്ള രണ്ടാമത്തെ ചോദ്യം. അക്രമികളായിരുന്നു ഈ നടത്തിയത് എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓഫീസ് അടിച്ചു പൊളിച്ചിരിക്കുന്നു. ഓഫീസിൽ ജോലി ചെയ്യേണ്ട ഉപകരണങ്ങൾ, പണി ചെയ്യേണ്ട ഉപകരണങ്ങൾ കൂടിയാണ് അവർ അടിച്ച് തകർത്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നും കൂടി വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് SBI ട്രഷറി ബ്രാഞ്ചാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. പണിമുടക്കിൻ്റെ ഭാഗമായി ഈ സ്ഥാപനം അടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നവരാണ് ഈ അതിക്രമം കാണിച്ചിട്ടുള്ളത്. അവരാരൊക്കെയാണ്, ഏത് സംഘടനയാണ്, പണിമുടക്ക് അനുകൂലികളാണോ തുടങ്ങിയതൊക്കെ ഇനി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും പണിമുടക്കിൻ്റെ അനുകൂലികൾ എന്ന് പറഞ്ഞ് വന്നവർ നടത്തിയ തികഞ്ഞ ശുദ്ധമായ അക്രമം, തികഞ്ഞ അതിക്രമം, അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കും, എല്ലാവിധ സന്നാഹങ്ങളും എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഒരു സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ഉറപ്പ് നൽകിയതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്ത്, അധികാര സ്ഥിരാകേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് ഈ ട്രഷറി ബ്രാഞ്ചിൽ ശുദ്ധ തോന്നിവാസം എന്ന് പറയാവുന്ന ഈ അക്രമം നടന്നിട്ടുള്ളത്. ഉമേഷ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, അടിച്ചു പൊളിച്ചിരിക്കുന്നു എല്ലാം. അതിനുശേഷം ഇപ്പോൾ ബാങ്ക് മാനേജർ പോലീസിൽ പരാതി നൽകിയോ? എന്താണ് പോലീസിന്റെ റിയാക്ഷൻ? ബ്രാഞ്ച് മാനേജർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അതിനു മുൻപ് എന്താണ് സംഭവിച്ചത് നമുക്ക് ബ്രാഞ്ച് മാനേജറോട് ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? ഉദ്ദേശം 10:15 ഒരു 10-15 പേരടങ്ങുന്ന സംഘം ബ്രാഞ്ചിലേക്ക് തള്ളിക്കയറി ഇന്ന് പണിമുടക്കാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും തെറി പറയുകയും നമ്മുടെ ജീവനക്കാരെ എല്ലാവരെയും അടക്കം തെറി പറയുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് തള്ളിക്കയറുകയും എൻ്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാം, എൻ്റെ സിസ്റ്റം, ഫോണ്, കമ്പ്യൂട്ടർ, ഇത് മേശപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ചില്ല് ഇതെല്ലാം തല്ലി പൊട്ടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ വരെ തല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് എത്തി. നിങ്ങളോട് പറഞ്ഞിരുന്നില്ല നിങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത്? ഉടൻ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഉടൻ അടയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ എന്താണ്, നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഉടനെ തന്നെ ഇത് അടയ്ക്കാമെന്നും പറഞ്ഞു എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഇത് ബാക്കി അത്രയും ഈ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള തുടക്കമായത്. ആൾക്കാരെങ്കിലും തിരിച്ചറിയാമോ ആരൊക്കെയാണ്? ആൾക്കാരെല്ലാം CCTVയിൽ ആളുകളുടെ ഇത് പതിഞ്ഞിട്ടുണ്ട്. അത് പോലീസ് നമ്മുടെ
മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട നടപടികൾ അത് എടുത്തോളും. തീർച്ചയായും ഗോപി, ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. നമുക്കിനി കൂടുതൽ CCTV ദൃശ്യങ്ങളിലേക്ക് പോകാനാകും. CCTV ദൃശ്യങ്ങളിൽ കൂടുതൽ ഈ വരുന്ന ആളുകൾ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ ബാങ്കിലേക്ക് കയറി വരുന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ നേരെ കയറി വരുന്നത് നേരെ ബ്രാഞ്ച് മാനേജറുടെ റൂമിനുള്ളിലേക്കാണ്. റൂമിനുള്ളിലേക്ക് ഇവർ കയറി വന്ന ശേഷം നേരത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞതുപോലെ ബ്രാഞ്ച് ഉടൻ പൂട്ടണമെന്നും പണിമുടക്കാണ് എന്നുള്ള കാര്യം അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശകാരിക്കുകയും കൂടാതെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു എന്നാണ് ബ്രാഞ്ച് മാനേജർ പറഞ്ഞത്. ഇവർ കയറി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കയറി വന്ന ശേഷമാണ് ഈ അതിക്രമ സംഭവങ്ങൾ നടത്തിയത്. ഇവിടെ നിന്ന് നേരെ വന്ന് കയറിയ ശേഷം ഇതിനു മുന്നിൽ, അതായത് CCTV ക്യാമറകൾ ഇരിക്കുന്നതിന് തൊട്ട് സമീപത്ത് തന്നെ മറ്റൊരു ടേബിളുണ്ട്. ആ ടേബിളിന് മുകളിലായി ഇട്ടിരുന്ന ഗ്ലാസ് അത് തകർക്കുകയും അതിനു മുകളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ അടിച്ച് തകർക്കുകയും കൂടാതെ ഇവിടുത്തെ ജീവനക്കാരെ ശകാരിക്കുകയും ബ്രാഞ്ച് മാനേജറെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത്തരത്തിൽ, അതായത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അവർ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം വന്ന് കയറിയത് എന്ന് വേണം കരുതാൻ. ഈ ദൃശ്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് മാനേജറുടെ കസേരയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ടേബിളിന് മുകളിലിട്ടിരുന്ന ഗ്ലാസ് അത് അടിച്ച് തകർത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത്തരത്തിൽ അടിച്ച് തകർത്ത ശേഷം അതിന് മുകളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ താഴെയിടുകയും ബ്രാഞ്ച് മാനേജറെ അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയുമാണ് ചെയ്തത്. അദ്ദേഹം തന്നെ അതായത് കമ്പ്യൂട്ടറുകളും ഫോണും അടക്കം താഴെ തള്ളിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു അക്രമ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. അതാണ് വസ്തുത. കാരണം ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെയായിരുന്നു ഈ അതിക്രമം എന്ന് കരുതാം. കാരണം നമ്മൾ അല്പം മുമ്പ് CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവർ വന്ന് കയറി ഏകദേശം ഒരു 1-2 മിനിറ്റിനകം തന്നെ അവർ തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളും കാണാം. അതായത് ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു അതിക്രമം പൂർണ്ണമായി നടത്തി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തണം എന്നുള്ള പൂർണ്ണമായ ഉദ്ദേശത്തോടു കൂടി കയറി എന്ന് വേണം നമുക്ക് കരുതാനും. എന്തായാലും സമരാനുകൂലികളുടെ വിഷയത്തിലെ ഒരു വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൂടി വരേണ്ടതുണ്ട്. കൂടാതെ ആരൊക്കെയാണ് വിഷയത്തിൽ ഈ ഒരു അക്രമം നടത്തിയത് എന്നുള്ള കാര്യവും വ്യക്തമാകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന് പരാതി നൽകാനാണ് ഇപ്പോൾ SBI ബ്രാഞ്ച് മാനേജറുടെ തീരുമാനം. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ബ്രാഞ്ചിന് പൂർണ്ണമായി സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഇവിടെ നടന്നത്. ഒരു പക്ഷേ സമര പന്തലിന്റെ നേരെ മുൻഭാഗത്തുള്ള നേരെ ചേർന്നിരിക്കുന്ന സമരപ്പന്തലിൽ നിന്ന് ഏകദേശം ഒരു 25 മീറ്റർ പോലും ദൂരമില്ല ഈ ഒരു SBI ബ്രാഞ്ചിന്. അത്തരത്തിൽ ഈ ഒരു 25 മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലമാണ് ഈ SBI ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾക്കടക്കം വേണമെങ്കിൽ ഇവർ കയറി വരുമ്പോൾ ഇടപെടാവുന്നതേ ഉള്ളൂ എന്നുള്ളതും ഒരു കാര്യമാണ്. ഇവർക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇടപെടാവുന്ന സാഹചര്യവുമുണ്ട്. അതായത് കൃത്യമായി നേതാക്കളുടെ എല്ലാം മുന്നിൽ വെച്ച് തന്നെയാണ് ഈ ഒരു സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. നേതാക്കളുടെ ഒരുപക്ഷെ അറിവ് എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. എങ്കിൽ പോലും നേതൃത്വത്തിന്റെ മുൻഭാഗത്ത് അവരുടെ സമീപത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു അതിക്രമം നടന്നിരിക്കുന്നത്. എന്തായാലും ഒരു കടകളോ ഒരു സ്ഥാപനങ്ങളോ നിർബന്ധിച്ച് അടപ്പിക്കില്ല എന്ന് സമരം തുടങ്ങുന്നതിന് മുമ്പ് സംയുക്ത സമരസമിതി നേതാക്കൾ ഒന്നിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ജോലിക്കെത്തുന്ന ഒരാളെയും തങ്ങൾ തടയില്ല, എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ള ഒരു വാഗ്ദാനം ആദ്യം നൽകിയിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് പാലിക്കപ്പെട്ടില്ല. പൂർണ്ണമായി ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് പല കടകളും. ഞാൻ ഇതിലെ സംശയങ്ങൾ, അതായത് ഇപ്പോൾ ഇവർ കയറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം 10-15 പേരുണ്ട്. വരുമ്പോൾ ആ പോലീസുകാരൻ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരനായിരിക്കും, അദ്ദേഹം ഇവരുടെ കൂടെ വരുന്നു. അതിന് വളരെ പെട്ടെന്ന് കുറച്ച് സമയത്തിന് ശേഷം അവർ ക്ഷോഭിച്ച് തിരിച്ചു പോകുന്നുണ്ട്. ഇതല്ലാതെ ഈ മാനേജറുടെ റൂമിൽ CCTV ഉണ്ട്. അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കിട്ടുമോ?
റൂമിൽ ഇപ്പോൾ CCTV കണക്ഷൻ ഇല്ല, റൂമിനകത്ത് കണക്ഷൻ ഇല്ല എന്നാണ് ബ്രാഞ്ച് മാനേജർ തന്നെ പറഞ്ഞത്. പക്ഷേ തങ്ങൾക്കിത് ലഭിക്കും. അതായത് അകത്തേക്ക് ഒരു CCTV കണക്ഷൻ കൂടിയുണ്ട്, അത് ഹെഡ് ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. കാരണം അതിന്റെ CCTVയുടെ ഔട്ട് അത് ഇവിടെ ലഭിക്കില്ല. അത് അല്പസമയത്തിന് തന്നെ അവർക്ക് ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹെഡ് ഓഫീസിലാണ് അതിന്റെ സെർവർ വരുന്നത്. അവിടെ നിന്ന് ഈ അകത്തുള്ള ബ്രാഞ്ച് മാനേജറുടെ ഓഫീസിന്റെ മുറിക്കകത്തില്ലെങ്കിൽ പോലും ഓഫീസിനകത്തുള്ള ഒരു CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് ഹെഡ് ഓഫീസിൽ നിന്ന് ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും ആ ദൃശ്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ചേർത്തായിരിക്കും തങ്ങൾ പോലീസിൽ പരാതി നൽകുക. ആ ദൃശ്യങ്ങളുണ്ട്. കൂടാതെ അക്രമം നടത്തിയവരെല്ലാം കണ്ടാൽ തിരിച്ചറിയാവുന്നവരാണ് എല്ലാവരും എന്നും ഇവർ പറയുന്നു. ഈ ഏകദേശം വലിയ ബ്രാഞ്ചാണ്, പക്ഷേ വിരലെണ്ണാവുന്ന ജീവനക്കാർ മാത്രമേ ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 10-ൽ താഴെ ആളുകൾ മാത്രമേ. വളരെ പ്രാധാന്യത്തോടുള്ളത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഞ്ചാണ്, പ്രധാന സമരവേദിയുടെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിൽ കയറി ഇത്തരത്തിലൊരു അക്രമം കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് എല്ലാ സൗകര്യങ്ങളും ഉറപ്പുകളും നൽകുമെന്ന് പറഞ്ഞ സർക്കാരിന്റെ ആസ്ഥാനം, മറുഭാഗത്ത് ഞങ്ങൾ ബോധപൂർവ്വം നിർബന്ധിച്ച് ആരെ ഉപദ്രവിക്കില്ല എന്ന് വാക്കുകൊടുത്ത നേതാക്കളുടെ സമരപന്തൽ, അതിന്റെ കൺമുന്നിൽ വെച്ചാണ് ഈ അക്രമം നടക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന നേതാക്കളും സർക്കാരും തന്നെ വാക്കിന് ഇത്രയേ വിലയുള്ളൂ എന്ന് നാട്ടുകാർ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത്. ഉമേഷ്, തീർച്ചയായും ഇത് പറയേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം അല്പ സമയത്തിനകം ഇവിടെ ഈ പ്രധാന വേദിയിൽ പ്രസംഗിച്ചു തുടങ്ങും. അദ്ദേഹവും പ്രധാന നേതാക്കളും അടക്കം എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. അതായത് ഇതിന് സമരപ്പന്തലിന് തൊട്ടടുത്തുള്ള സ്വാഗത കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു സംയുക്ത സമരസമിതിക്ക് വേണ്ടി എളമരം കരീം വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ നൽകിയ ഏറ്റവും പ്രധാന ഉറപ്പായിരുന്നു ആരെയും ജോലിക്കെത്തുന്ന ആരെയും തടയില്ല, എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയുള്ളൂ, ഒരാളെ നിർബന്ധിച്ച് തടയില്ല, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ജോലി ചെയ്യാൻ എത്തുന്നവരെ തടയില്ല എന്നുള്ള വാഗ്ദാനം പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്നു. ഇതൊരു ഹർത്താലായി മാറില്ല എന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സെക്രട്ടേറിയറ്റിനോട് ചേർന്നിരിക്കുന്ന ബിൽഡിംഗ്, ആ ചേർന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരടക്കം ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തുന്ന ബാങ്ക്, ഈ ബാങ്കിലാണ് ഇത്തരമൊരു അക്രമം നടന്നിരിക്കുന്നത്. സമരപ്പന്തൽ നേരെ മുന്നിലിരിക്കുമ്പോൾ സമരസമിതിയിലെ മുതിർന്ന നേതാക്കൾ, സമരസമിതിയുമായി ബന്ധപ്പെട്ട് പോഷക സംഘടനകളുടെയും സമരസമിതിയിലെ മറ്റ് സംഘടനാ നേതാക്കളും എല്ലാവരും വേദിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വേദിയിൽ എത്തിയിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരമൊരു അക്രമം അവരുടെ കൺമുന്നിൽ നടന്നിരിക്കുന്നത്. അവരുടെ കൺമുന്നിൽ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. ഏകദേശം ഒരുപക്ഷെ സമരപ്പന്തലിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ ഒരു 25 മീറ്റർ താഴെ മാത്രമേ ഈ ബ്രാഞ്ച് മാനേജറുടെ റൂം വരുന്നുള്ളൂ. ഇതിന് ചേർന്നാണ് ഒരു മതിലാണ്. ഈ സമരപ്പന്തലിനും സമരവേദിക്കും ഈ ബാങ്കിനും ഒരു മതിലാണുള്ളത്. ആ മതിൽ കടന്ന് ഇതിനകത്ത് ഒരു പക്ഷേ ഈ ബ്രാഞ്ച് മാനേജറുടെ അടുത്തെത്താൻ ഏറ്റവും കൂടുതൽ പോയാൽ ഒരു 25 മീറ്റർ ദൂരമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഈ സമര നേതാക്കളുടെ കൺമുന്നിലാണ് ഈ ഒരു അതിക്രമം നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സമര നേതാക്കളുടെയും സമര പന്തലിന്റെയും ഏറ്റവും മുന്നിൽ ഇത് ഈ അതിക്രമം നടത്തുമ്പോൾ നമുക്ക് ഗോപി പറഞ്ഞതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും, എത്രത്തോളം ഇവ പാലിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യവും സംശയിക്കേണ്ടി വരും. എന്തായാലും 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനം കൂടിയായ ബാങ്കിലേക്ക് ഒരു അതിക്രമം നടന്നിരിക്കുന്നു. ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർക്ക് നേരെ തന്നെ ആ അതിക്രമം നടത്തിയിരിക്കുന്നു. ബ്രാഞ്ചിലുണ്ടായിരുന്ന ബ്രാഞ്ച് മാനേജറെ കയ്യേറ്റം ചെയ്യുകയും ബ്രാഞ്ച് മാനേജറുടെ മുന്നിലുണ്ടായിരുന്ന ടേബിൾ അടിച്ചു തകർക്കുകയും അദ്ദേഹത്തിന്റെ മുന്നിലെ കമ്പ്യൂട്ടറും ഫോണുകളും അടിച്ചു തകർക്കുകയും ചെയ്ത സമരസമിതി പ്രവർത്തകർ തിരിച്ച് ഇറങ്ങിപ്പോകുന്നു. അവർ സുഖമായി അകത്ത് കയറി വരികയും ഒരു അധികാരഭാവത്തോടു കൂടി ഇതെല്ലാം ചെയ്ത് വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരിച്ചിറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അദ്ദേഹം ബ്രാഞ്ച് മാനേജർ നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ചതുപോലെ തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ പറഞ്ഞു മനസ്സിലാക്കാനോ പറയുന്നതോ കൃത്യമായി കേൾക്കാൻ പോലും നിൽക്കാതെ കൃത്യമായി ആക്രമണം നടത്തണമെന്നുള്ള മുൻധാരണയോടുകൂടി വന്നു എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ പറയുന്നത് പോലും കേൾക്കാതെ ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തുകയായിരുന്നു എന്നാണ് ബ്രാഞ്ച് മാനേജർ പറഞ്ഞത്. എന്തായാലും ഇതിനുള്ളിൽ മാനേജറോട് ഉമേഷ് സംസാരിച്ചു. ബാക്കിയുള്ളവരോടുകൂടി പ്രതികരണം ആരായമോ? ഗോപി, ചോദ്യം ആവർത്തിക്കാമോ? അതായത് മാനേജർ പറഞ്ഞത് നമ്മൾ കേട്ടു, മാനേജറോട് ഉമേഷ് സംസാരിച്ചു. ബാക്കി അവിടെ ഉണ്ട്, ആ സമയത്ത് ഉണ്ടാവുന്നവരുടെ കൂടി പ്രതികരണം ചോദിക്കാമോ?
തീർച്ചയായും അതിന് ശ്രമിക്കാം. എന്തായാലും ബ്രാഞ്ച് നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഏകദേശം 10-ൽ താഴെ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മുതിർന്ന ജീവനക്കാർ, അതായത് ബ്രാഞ്ചിലെ പ്രധാന ജീവനക്കാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ജീവനക്കാരുണ്ട്. നമുക്ക് അല്പസമയത്തിനകം തന്നെ ബ്രാഞ്ചിലെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. എന്തായാലും അദ്ദേഹം ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് മാനേജറുടെ നേർക്കാണ്, ഈ അതിക്രമം നടന്നിരിക്കുന്നത് ബ്രാഞ്ച് മാനേജറുടെ നേർക്കാണ്. ബ്രാഞ്ച് മാനേജറെയാണ് ഈ ആക്രമിച്ചിരിക്കുന്നത്. ബ്രാഞ്ച് മാനേജർക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതും. ഉമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷ് മറ്റുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കട്ടെ. ഇത് സംഭവിച്ചത് ഇതാണ്. SBIയുടെ തിരുവനന്തപുരത്ത് ഓഫീസ്, ട്രഷറി ബ്രാഞ്ചിന്റെ ഓഫീസ്, സെക്രട്ടറിയേറ്റ് തൊട്ടപ്പുറത്തുള്ള സമരപന്തലിന്റെ അടുത്തുള്ള ഓഫീസ്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ ദൃശ്യങ്ങൾ കാണാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഉമേഷ് തുടർന്നു. കൃത്യമായി CCTV ദൃശ്യങ്ങളടക്കം ആണ് പോലീസിനെ വിവരം അറിയിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണറാണ് എത്തിയിരിക്കുന്നത്. കാര്യങ്ങൾ ബ്രാഞ്ച് മാനേജറോട്, അതായത് അതിക്രമത്തിനിരയായ ബ്രാഞ്ച് മാനേജറോട് ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ SBI പോലീസ് എത്തിയിട്ടുണ്ട്. ഇനി അന്വേഷണ നടപടിയിലേക്ക് കടക്കാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ശ്രീ ആനാവൂർ നാഗപ്പൻ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ ആനാവൂർ നാഗപ്പൻ, അവിടെ സെക്രട്ടറിയേറ്റ് തൊട്ടപ്പുറത്ത് ട്രഷറി ബ്രാഞ്ചിൽ, SBIയുടെ ബ്രാഞ്ചിൽ ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നു, അറിഞ്ഞിരുന്നുവോ? എന്താണ് പ്രതികരണം? ഇല്ല, ഞങ്ങൾ ഈ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നിൽക്കുവാണ്. ഇവിടെ ഒന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് അവിടെ ഇപ്പോൾ മാനേജറുടെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ CCTV ദൃശ്യങ്ങളുണ്ട്, വരുന്നതും പോകുന്നതുമുണ്ട്. പക്ഷെ അവർ ഈ അക്രമം കാണിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇവർ വന്നിട്ടില്ല, വരുമായിരിക്കും. ഏതായാലും സംഭവിച്ചതാണ്, കുറച്ച് ആൾക്കാർ ബാങ്ക് അടയ്ക്കണം എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലുന്നു. മാനേജർ അക്രമങ്ങൾ നടത്താൻ പാടില്ല എന്ന് കർശനമായ നിലപാട് സമരസമിതി സ്വീകരിച്ചിട്ടുണ്ട്. ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സംശയം. അങ്ങനെ കർശനമായ സമിതി തീരുമാനിച്ചിട്ടും പണിമുടക്കാൻ താല്പര്യമുള്ളവർ പണിമുടക്കുക എന്നുള്ളതല്ലാതെ ആരെയും പണിയിൽ തടസ്സപ്പെടുത്താനോ ഒരു ഓഫീസ് തടസ്സപ്പെടുത്താനോ ഗതാഗതം തടസ്സപ്പെടുത്താനോ പാടില്ല എന്ന് കർശനം ഞങ്ങൾ. ഹലോ, ആരെയും തടസ്സപ്പെടുത്താൻ പാടില്ല, പണിമുടക്കുന്നവരെ പണി ചെയ്യുന്നവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമുണ്ട് എന്നാണ് ശ്രീ അനാവൂർ നാഗപ്പൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടും ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച സമരപന്തലിൽ നിന്നും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ബാങ്കിലേക്ക്. അവിടെ ഇങ്ങനെ ഒരു അക്രമം നടന്നിരിക്കുന്നു, അത് അവരറിഞ്ഞിട്ടും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും പോലീസ് എത്തിയിട്ടുണ്ട്, പോലീസ് അറിഞ്ഞിട്ടുണ്ട്, പോലീസ് എത്തിയിട്ടുമുണ്ട്. ഉമേഷ്, ഞങ്ങൾ മറ്റ് നേതാക്കളുടെ പ്രതികരണം കൂടി നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഉമേഷ് തുറന്നോളൂ. ഇപ്പോൾ പോലീസ് എത്തി, ഇപ്പോൾ അനാവൂർ നാഗപ്പൻ പറഞ്ഞിട്ടുള്ള അവർ സമരപന്തലിലുണ്ട്, പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്ന് അറിഞ്ഞിട്ടില്ല എന്നാണ്. ബാക്കിയുള്ളവർ കൂടി പ്രതികരണം തേടുന്നു. ഉമേഷ് തുടരും. തീർച്ചയായും സമരപന്തലിനോട് ചേർന്ന് തന്നെയാണ് ഈ ബ്രാഞ്ച് ഉള്ളത്. ട്രഷറി ബ്രാഞ്ചാണ്. എല്ലാവർക്കും അറിയാം, സ്റ്റാച്യുവിന് മുന്നിൽ ട്രഷറി ബ്രാഞ്ചിനോട് മുൻഭാഗത്തായിട്ടാണ് ഈ സമരപന്തലുള്ളത്. ഒരു പക്ഷേ അറിയാൻ വൈകിയതായിരിക്കും. എന്തായാലും വലിയൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ വിവരിച്ച പ്രകാരം ഏകദേശം 10:15 കൂടിയാണ് സംഭവം നടക്കുന്നത്. 10:15 ഒരു വിഭാഗം സമരാനുകൂലികൾ ബ്രാഞ്ചിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയ ശേഷം ബ്രാഞ്ച് മാനേജറുടെ റൂമിലേക്കാണ് ഇവർ നേരെ പോയത്. ബ്രാഞ്ച് മാനേജറുടെ റൂമിലേക്ക് എത്തിയ ശേഷം പണിമുടക്കാണ്, അറിയില്ലേ എന്ന് ചോദിച്ച് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഈ അക്രമങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. മുന്നിലുണ്ടായിരുന്ന ടേബിൾ അടിച്ചു തകർത്തു. ബ്രാഞ്ച് മാനേജറുടെ റൂമിൽ മുന്നിലുണ്ടായിരുന്ന ടേബിൾ അടിച്ചു തകർത്തതിന് പിന്നാലെ ആ കമ്പ്യൂട്ടർ തറയിലെടുത്തടിച്ചു. കമ്പ്യൂട്ടർ മോണിറ്ററും തറയിലടിച്ചു. അതിനുശേഷമാണ് ലാൻഡ് ഫോൺ കണക്ഷൻ, ലാൻഡ് ഫോൺ റിസീവർ ഉണ്ടായിരുന്നു, അതെടുത്ത് തറയിലടിച്ചു. അതിനുശേഷം തങ്ങൾ ഉടൻ അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ട് പോലും കേൾക്കാതെയായിരുന്നു ഈ അതിക്രമം നടത്തിയ ശേഷം ഏകദേശം ഒരു 10 മിനിറ്റിൽ കൂടുതൽ അവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വന്ന് കയറി അതായത് ഉമേഷ് മനസ്സിലാവുന്നത് വളരെ പെട്ടെന്ന് വരുന്നു. ഇപ്പോൾ വരുന്ന CCTV ദൃശ്യങ്ങളിൽ അവിടെ ഈ ബാങ്കിന്റെ സെക്യൂരിറ്റിയും അവർ അവിടെ നിൽക്കുന്നത് കണ്ടു. വളരെ പെട്ടെന്ന് വരുന്നു, ഈ അക്രമം ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. അതായത് വരിക, ഈ അക്രമം ചെയ്യുക, തിരിച്ചു പോവുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാണോ? ബാങ്ക് മാനേജർ എന്താണ് പറയുന്നത്? മാത്രമല്ല ഒരു സംശയം കൂടി, ഇന്നലെ ഈ ബാങ്ക് തുറന്നിരുന്നു. ഇന്നലെയും ബാങ്ക് മാനേജർ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ജീവനക്കാരില്ലായിരുന്നു. ഇന്ന് എത്ര ജീവനക്കാരുണ്ടായിരുന്നു അത്രയും ജീവനക്കാർ മാത്രമേ ഇന്നലെയും ഉണ്ടായിരുന്നുള്ളൂ. ചോദിച്ചത്, ഇന്നലെ തുറന്ന ബാങ്ക് ഇന്ന് ഇങ്ങനെ ചില അക്രമങ്ങൾ കാണിക്കുക എന്ന ഉദ്ദേശത്തിൽ വന്നവരാണോ? നമുക്കറിയില്ല കാര്യങ്ങളൊന്നും. അപ്പൊ മാനേജർ എന്താണ് പറയുന്നത്?
കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് ഈ ഒരുപക്ഷെ അതായിരിക്കണം. അതായത് നിലവിൽ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസവും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരസമിതിയോട് ചേർന്നുള്ള ഭാഗത്ത് പണിമുടക്കി സമരം നടത്തുമ്പോൾ ആ സമരത്തിൽ പങ്കാളികളാകാതെ ഒരു മാനേജർ അല്പസമയത്തിന് മനസ്സിലായി ഉമേഷ്. അതിലേക്ക് വരെ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്ന പ്രതീക്ഷിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമരം നടത്തിയതൊക്കെ സമീപ സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ് ഈ തെളിവായിട്ട് മുന്നിലുണ്ട്. ആരൊക്കെ വന്നു തെളിവായിട്ടുണ്ടെന്നല്ലേ ഇവർ പറഞ്ഞത്. നമ്മൾ തെളിവായിട്ട് എടുക്കാം. മാനേജറുടെ മൊഴി മാനേജറുടെ മൊഴി നിങ്ങൾ കേട്ടോ? ആൾക്കാർ വന്ന് സിസ്റ്റം ടേബിളിനോട് പിന്നെ നമ്മൾ ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത് പരിശോധിക്കേണ്ടത്. സംരക്ഷണം ഉണ്ടായിരുന്നില്ല എന്നാണ് അതാണ് ഞാൻ പരിശോധിക്കും. എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥലത്തൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും നമ്മളുടെ പ്രശ്നം ഉണ്ടായിരുന്നോളൂ നമ്മൾ പരിശോധിക്കും. ഈ തുറക്കണമെന്ന സംരക്ഷണം വേണമെന്ന പോലീസിനും മുൻകൂട്ടി ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. SB ആവശ്യപ്പെട്ടത് എന്റെ അറിവില്ല. ഇപ്പം വേറെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യപ്പെടുന്നുള്ളവരെ എനിക്കറിയില്ല. ഉമേഷ്, എന്തൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്? തീർച്ചയായും പരിശോധിച്ചു എന്നുള്ള കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പരിശോധനകൾ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പ്രതികളുടെ പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇനി കൂടുതൽ നമുക്ക് ഒരുപക്ഷെ ബാങ്കിലെ ആ സമയത്തുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ബാങ്കിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ ഭാഗത്തുണ്ട്, സ്ഥലത്തുണ്ട്. അവരുടെ പ്രതികരണങ്ങളടക്കം. സാർ നമസ്കാരം. ആ സമയത്ത് എവിടെ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു? എന്താണ് സംഭവിച്ചതെന്ന് പറയാം. ആ സമയത്ത് ഞാൻ കറക്റ്റ് ഇവിടെ ഈ സെക്ഷൻ ഇവിടെ ഇല്ലായിരുന്നു. അല്പം വേറെ റൂമിലായിരുന്നു. എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? അവർ വന്ന് ആദ്യം നിങ്ങൾ അടയ്ക്കാറായില്ലേ, ബാങ്ക് പൂട്ടാത്തതിന്റെ അപ്പോൾ പൂട്ടാന്ന് മാനേജർ ഉറപ്പ് കൊടുത്തു. എന്നിട്ട് അവർ ആക്രമണം അഴിച്ചുവിടുക. അകത്തെ CCTV ദൃശ്യങ്ങൾ കിട്ടാൻ എന്താണ് വഴി? അകത്തില്ല. മറ്റ് അടിച്ചുപൊട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ അതിന്റെ വർക്കിംഗ് അല്ല. എന്തായാലും ബാങ്ക് കയറി വരുന്നതേ ഉള്ളൂ. കയറി വരുന്ന ദൃശ്യമുള്ളൂ. ബാങ്ക് പരാതി നൽകിയിട്ടുണ്ടല്ലോ. ഉണ്ടോ? ഈ എത്രത്തോളം ഇന്നലെ എങ്ങനെയായിരുന്നു? ഇന്നലെ ഈ സമയം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ കൃത്യമായി ബാങ്കിംഗ് ഇടപാടുകളെല്ലാം നടന്നിരുന്നു. ഇല്ല, ഇടപാടൊന്നും നടന്നില്ല. തുറന്ന് പ്രവർത്തിച്ചിരുന്നു. തുറന്നതേ ഉള്ളൂ. ബാക്കി ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല. വളരെ മിനിമം ആയിരുന്നു. ഇന്നലെ ആരെങ്കിലും പ്രതികരണങ്ങളോ എതിർപ്പോ ആയി രംഗത്തെത്തിയിരുന്നു? ഇല്ല, ഇന്നലെ ആരും അങ്ങനെ വന്നില്ല. അടപ്പിക്കാൻ വേണ്ടി ആരും വന്നിട്ടില്ല. ഗോപി, ഇതാണ് ഇന്നലെയും ബാങ്ക് തുറന്നത്. ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ ചേരുന്നു, INTC നേതാവ്. ശ്രീ ചന്ദ്രശേഖരൻ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന SBയുടെ ട്രഷറി ബ്രാഞ്ചിൽ ഒരു കൂട്ടം ആൾക്കാർ ചെന്നിട്ട് അക്രമം നടത്തിയിരിക്കുന്നു. എന്താണ് പ്രതികരണം? അല്ല, തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള അക്രമം നടത്താനോ എവിടെയെങ്കിലും അതിക്രമിച്ച് കടന്നു കയറാനോ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു സമരം നടത്താനോ ട്രേഡ് യൂണിയനുകൾ പ്രത്യേകിച്ചും വളരെയേറെ കരുതലോടെ നടത്തുന്ന വളരെ ദൂരവ്യാപകമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിൽ ആഹ്വാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അത് ഉണ്ടായതെങ്കിൽ അതിന്റെ സാഹചര്യം എന്താണെന്നും ആരാണ് അതിൽ ബന്ധപ്പെട്ടതെന്നും ഞങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കും. കൂട്ടായിട്ട് ഞങ്ങൾ അത് ആലോചിച്ച് തീരുമാനിക്കും. ശരി, ശ്രീ ആർ ചന്ദ്രശേഖരൻ. ഉമേഷ്, എല്ലാ നേതാക്കളും പറയുന്നത് തന്നെയാണ്, ഞങ്ങൾ ഒരു തരത്തിലുള്ള അക്രമത്തിലേക്കും പോകില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. CPI നേതാക്കളാവട്ടെ, കോൺഗ്രസ് നേതാക്കളാവട്ടെ, ഒരു തരത്തിലുള്ള അക്രമത്തിനും പോകില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്നലെ മഞ്ചേരിയിൽ നമ്മൾ ചില സംഭവങ്ങൾ കണ്ടു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത്, അതും സെക്രട്ടേറിയറ്റ് തൊട്ടപ്പുറം. അത് ഏറ്റവും പ്രധാനം അതാണ്. സെക്രട്ടേറിയറ്റ് തൊട്ടപ്പുറത്ത് നടക്കുന്ന ബ്രാഞ്ച് വളരെ കീ ആയിട്ടുള്ള നിർണായകമായ ഒരു സ്ഥലത്ത് നടത്തുന്നത്. അതിൻ്റെ തൊട്ടപ്പുറം നമുക്കിപ്പോൾ പ്രസംഗം കേൾക്കാം. അവിടെ സമരപ്പന്തലിൽ നേതാക്കൾ പ്രസംഗിക്കുന്ന ശബ്ദം പോലും അല്പം മുമ്പ് പോലീസുകാർ സംസാരിച്ചപ്പോൾ മൈക്ക് കൂടെ നമ്മൾ കേട്ടാണ്. അടുത്താണ് ഇത് നടക്കുന്നത്. അവിടെ ഇങ്ങനൊരു അക്രമം നടക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ അതിന് ആശങ്കപ്പെടുന്നതും അത് ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം ഉണ്ടാവുന്നതും. ഉമേഷ്, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ സമരപ്പന്തലും ബ്രാഞ്ചും ബാങ്കിലെ ഈ ട്രഷറി ബ്രാഞ്ചും
ഒരു മതിൽ വ്യത്യാസമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ അക്രമം നടന്നിരിക്കുന്ന ബ്രാഞ്ച് മാനേജറുടെ ഓഫീസ് റൂം എന്ന് പറയുന്നത് ഒരു കൃത്യമായി ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 മീറ്റർ കൂടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൃത്യമായി അക്രമം നടത്തരുത് എന്ന് ആവർത്തിക്കുമ്പോഴും, അക്രമം നടത്തരുത് എന്ന് അണികളോട് ആവർത്തിച്ച് പറയുമ്പോഴും അത് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയില്ല. കാരണം തൊട്ടടുത്താണ്, അവരുടെ കൺമുന്നിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ അറിവോടെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അറിയില്ല. അതിന് കൃത്യമായ വിശദീകരണം അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ വരണം. അത്തരം ഒരു അറിയില്ല. എങ്കിൽ പോലും 10ഓളം പേർ ഇതിനെ അകത്തേക്ക് കയറുമ്പോൾ 10ഓളം പേർ ആദ്യം നേരെ ഇതിനുള്ളിലേക്ക് കയറി വരുന്നു. കയറി വന്ന ശേഷം പണിമുടക്കല്ലേ, നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ അക്രമം നടത്തുന്നത്. പണിമുടക്കല്ലേ, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബ്രാഞ്ച് തുറന്നു വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. പണിമുടക്കാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടച്ചോളാം എന്ന് പറയുമ്പോൾ അതുപോലും കേൾക്കാതെ അക്രമം തുടരുകയാണ്. തൊട്ടു മുന്നിലുണ്ടായിരുന്ന മേശ അടിച്ചു തകർക്കുന്നു, കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുന്നു, ഫോൺ അടിച്ചു തകർക്കുന്നു. ഇത്തരത്തിൽ ഒരാളെ നിർബന്ധിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നവരെ തടയില്ല എന്ന് സമരസമിതി നേതാവ് കൂടിയായ ഇളമരം കരീം പോലും തലേ ദിവസം സമരം തുടങ്ങുന്നതിന്, പണിമുടക്കം തുടങ്ങുന്നതിന് തലേ ദിവസം ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും അത് പാലിക്കപ്പെടാതെ പോകുന്നു. അതും സമരസമിതിയോട് ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രധാന ബ്രാഞ്ച്, തിരുവനന്തപുരത്ത് തന്നെ SBIയിലെ ഏറ്റവും പ്രധാന ബ്രാഞ്ച് കൂടിയായ SBI ബ്രാഞ്ചിന് നേരെ ഒരു അക്രമം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവാദിത്തം, അതിന് മറുപടി കൃത്യമായി പോലീസ് ഇതിന് സമരത്തിന് നേതൃത്വം നൽകിയവരെല്ലാവരും പറയേണ്ടിയും വരും. വളരെ കുറച്ച് ജീവനക്കാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് തടയാനോ അല്ലെങ്കിൽ ഇത്തരമൊരു അക്രമത്തിലേക്ക് കടക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താനോ ആള് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത്രത്തോളം ആളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. വന്ന് കയറി ആ ഒരു സംഭവം നടന്ന് തിരികെ പോകുകയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇത്തരത്തിൽ വളരെ പെട്ടെന്നുള്ള പ്രതികരണമായിരുന്നു. നിങ്ങൾ ഈ വനിതാ ജീവനക്കാരായ നിങ്ങൾ ഉണ്ടായിരുന്നു ഈ സമയത്ത്? നമ്മൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ബാക്ക് ഓഫീസിലേക്ക് മാറി. അക്രമികള് ആക്രോശിച്ചുകൊണ്ട് വന്ന് സാറിന് നേരെ തിരിഞ്ഞു. സാറിന്റെ കമ്പ്യൂട്ടർ എടുത്ത് താഴെ ഇട്ടു. ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. അതായത് ബ്രാഞ്ച് മാനേജർക്ക് മാത്രമായിരുന്നു ശകാരം, നിങ്ങളെ പോലുള്ള മറ്റു ജീവനക്കാർ? ബ്രാഞ്ച് മാനേജറുടെ അടുത്ത് മാത്രമായിരുന്നു ശകാരം. ആക്രോശിച്ചുകൊണ്ടാണ് അവർ വന്നത്. നേരെ സാറിന്റെ ക്യാബിനിൽ കയറുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ തിരിച്ചിറങ്ങി പോവുകയും ചെയ്തു. ഈ ഇത്തരത്തിൽ ബാക്കി എത്ര ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു? എത്ര പേര്? 10-നകത്ത് ജീവനക്കാരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുപേര് താഴെ ചെസ്സിലായിരുന്നു, ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ബ്രാഞ്ച് പ്രവർത്തിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അടയ്ക്കണമെന്നുള്ള ആവശ്യങ്ങൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ആരെങ്കിലും? ഇന്നലെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ആരും ഉന്നയിച്ചില്ല. ഇവിടെ സമാധാനപരമായിരുന്നു. തീർച്ചയായും ഇതാണ് ഗോപി. വനിതാ ജീവനക്കാരടക്കം സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നോ ഈ സമയത്ത്? ഇല്ല, ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ വന്നിരുന്നോ? ഇന്നലെ വന്നിരുന്നു. ഇന്നലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്താണ് കേട്ടത്? തിരിച്ചിറങ്ങി പോകുന്നു എന്തെങ്കിലും കണ്ടിരുന്നു? എന്തെങ്കിലും? ഇല്ല, ഒന്നും കണ്ടില്ല. പ്രേക്ഷകരുണ്ട് പ്രതികരിക്കാൻ. ഇതിലിപ്പോ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇന്നലെ ഈ ബാങ്ക് തുറന്നിരുന്നു. ഇന്നലെ ബാങ്ക് തുറന്നപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇടപാടുകൾ കുറവാണെന്നെങ്കിൽ ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ബാങ്ക് തുറന്നപ്പോൾ ഇതാ നമ്മൾ CCTV ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു കൂട്ടം ആൾക്കാർ ബാങ്കിലേക്ക് കയറി വരുന്നു. പണിമുടക്കല്ലേ, അടയ്ക്കണം എന്നാവശ്യപ്പെടുന്നു. അടയ്ക്കാം എന്ന് മാനേജർ അറിയിച്ച ശേഷവും മാനേജറുടെ ക്യാബിനിലിരുന്ന മേശ, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ തല്ലി തകർത്തുകൊണ്ട് അവർ പുറത്തേക്ക് പോകുന്നു. ഇതാണ് മാനേജർ നൽകിയിട്ടുള്ള മൊഴിയും. പോലീസ് ഇപ്പോൾ അതിൽ ഭാഗമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം, ഹർത്താലിൽ ഒരു തരത്തിലുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ല എന്ന് നേതാക്കൾ ഉറപ്പ് നൽകുമ്പോൾ ആ നേതാക്കൾ ഇരിക്കുന്ന പന്തലിൻ്റെ, പ്രധാന നേതാക്കൾ ഇരിക്കുന്ന സമരപ്പന്തലിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനൊരു അക്രമം നടക്കുക എന്നുള്ളത്. രണ്ടാമത്, ഈ ജോലിക്ക് എത്തുന്നവർക്ക് പൂർണ്ണ സുരക്ഷ എന്ന് ഉറപ്പ് നൽകിയത് സംസ്ഥാന സർക്കാരാണ്. ആ സർക്കാർ ജനങ്ങൾക്ക് മാത്രമല്ല കോടതിയിലും സത്യവാങ്മൂലവും ഉറപ്പായിട്ട് നൽകിയിട്ടുണ്ട്. ആ ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനൊരു അക്രമം നടക്കുക, അതുതന്നെയാണ് ഈ മണിക്കൂറിൽ ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണവും. ആലുവയിൽ നിന്നും ജോയ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ജോയ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് നമ്മള് ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാൻ അവകാശമുണ്ട്, പണിമുടക്ക് നടത്താൻ അവകാശമുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പണിയെടുക്കാനുള്ള അവകാശത്തെ തടയരുത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ഈ നാളെ ഒരിക്കൽ ഇതുപോലൊരു ഹർത്താൽ അല്ലെ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹർത്താലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ഭീതിയിലാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയാണ് ഈ കാണുന്നത്. ഇത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ശരി, ഇപ്പൊ നൗഫൽ ചേരുന്നു വയനാട് നിന്നും. നൗഫൽ, താങ്കളുടെ അഭിപ്രായം? ഹലോ നൗഫൽ, പറയൂ താങ്കളുടെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഹർത്താൽ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് ഇന്നേ വരെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാല് നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം. ഇത് ഇവർ പറയുന്ന 100 കണക്കിന് ആവശ്യങ്ങൾ എന്തെങ്കിലും ഓരോ ആവശ്യത്തിന്റെ ഒരു അംശം ഹർത്താൽ എന്നുള്ളൊരു സംഭവം കൊണ്ട് നേടിയിട്ടുണ്ടെങ്കിൽ
നമുക്കത് സമ്മതിച്ചു കൊടുക്കാം. ഇത് വെറുതെ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ആക്രമിച്ച് ഉപദ്രവിച്ച് ഇവർക്ക് എന്താണ് നേടാനുള്ളത്? ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ, നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം അവരെ കൊണ്ട് ലഭിച്ചിട്ടുണ്ട് ഈ ഹർത്താൽ എന്നുള്ളൊരു സംഭവം കൊണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സമരം എന്നുള്ളത് നമ്മൾ രാത്രിയും കൂടി പണിയെടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അനുകൂലമായിട്ട് നമ്മൾ രാത്രിയും കൂടി പണിയെടുക്കണം. അങ്ങനെയാണ് നമ്മളിത് നേടിക്കൊടുക്കേണ്ടത്. അല്ലാതെ ഇത് പാവപ്പെട്ട ജനങ്ങൾ ഉപദ്രവിച്ചിട്ട് എന്ത് കിട്ടാനാ? യെസ്, നൗഫലാണ് വയനാട്ടിൽ നിന്നും പ്രതികരിച്ചത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കാരണം ഇതിപ്പോൾ ഒരുപാട് ഹർത്താലായി നമ്മൾ കാണുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹർത്താൽ എന്നാൽ തമാശ പോലെയായിരിക്കുന്നു, ഇതിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് തുടങ്ങി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം വ്യാപാരികൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 7 ദിവസം കൊണ്ട് 5000 കോടിയാണ് കേരളത്തിന് നഷ്ടമെന്ന കണക്കുകൾ പുറത്തു വരുന്നു. വീണ്ടും വീണ്ടും കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിനെ വിമർശിച്ചവർ, ഹർത്താൽ അതിക്രമത്തെ വിമർശിച്ചവർ ആണ് ഇപ്പോൾ ഈ പണിമുടക്ക് നടത്തുന്നത്. കാരണങ്ങൾ വേറെയാണ് ആയിരിക്കാം. എന്നിരുന്നാൽ തന്നെയും ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഏകദേശം ഒന്ന് തന്നെയാണ് എന്നാണ് പ്രേക്ഷകർ ജനങ്ങൾ ഒന്നെണ്ണം തന്നെ വിലയിരുത്തുന്നത്. ഹസൻ ചേരുന്നു കണ്ണൂരിൽ നിന്നും. ഹസൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, പറയൂ സാർ. സാർ, ഈ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിങ്ങനെ ടി വിയിൽ ഇങ്ങനെ ഓരോന്ന് കാണുന്നത്. അതിപ്പോ നിയന്ത്രിക്കാൻ ഒരാളില്ലാതായി പോയത് നമ്മള് ഈ ജില്ലയില്, അതായത് ഇത് ഇവിടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടാണല്ലോ കാണുന്നത്. ഇവിടെ അടപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അടപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നത്. അതിനെന്തും ഒന്നുമില്ലേ? ഈ ചാനലിനെ പറ്റി ചർച്ച ഒരു ഇതും ഇല്ലേ? അസൽ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നേതാക്കളെല്ലാം കൂടി പറയുന്നു, നന്ദി പ്രതികരിച്ചത്, നേതാക്കളെല്ലാം പറയുന്നു ഒരു തരത്തിലുള്ള അക്രമവും ഉണ്ടാവില്ല, പണിയെടുക്കുന്നവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല എന്ന ഉറപ്പുകൾ, വാക്കുകൾ ഒരു ഭാഗത്ത്. ആ നേതാക്കൾ പ്രസംഗിക്കുന്ന വേദിക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനൊരു സംഭവവും. അതാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. ഇവരുടെ വാക്കുകൾ എത്രമാത്രം അണികൾ പോലും ഉൾക്കൊള്ളുന്നു എന്ന സംശയം ഉണ്ടാക്കുന്നതും അതുതന്നെയാണ്. ഇതിപ്പോൾ ഇന്നലെ ഈ ബാങ്ക് സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. ഇന്നലെ ഈ ബാങ്കിൻ്റെ തുറന്ന് ചുരുങ്ങിയ ജീവനക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പണിമുടക്കുന്നവർ പണിമുടക്കിയിരിക്കാം, അല്ലാത്തവർ ജോലിക്ക് വന്നിരിക്കാം. വലിയ പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് തിരുവനന്തപുരത്തെ. അവിടെ ചുരുക്കം ജീവനക്കാർ ഇന്നലെ തുറന്നു വെച്ചിരുന്നു. വലിയ തോതിൽ ഇടപാടുകളൊന്നും നടന്നില്ല എന്ന് അവർ തന്നെ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഇത് അടപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഈ നമ്മൾ നേരത്തെ CCTV-യിൽ കണ്ടവർ വന്നത്? അവർ വന്നതിന് ശേഷം നിങ്ങൾക്ക് സമരത്തിൽ അടയ്ക്കാമെന്ന് മാനേജർ ഉറപ്പ് നൽകിയതിനു ശേഷവും മാനേജറുടെ ക്യാബിന് അടിച്ചു പൊളിച്ചു പോയത്, അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്, വന്നവരെ മുഴുവൻ അസഭ്യം പറഞ്ഞത്, അവരെ തൊഴിലെടുക്കാനുള്ള അവകാശം മുടക്കിയത്, അതൊക്കെയാണ് ഈ നേതാക്കളുടെ ഉറപ്പിന് ഒരു വിലയുമില്ലേ എന്ന സംശയം ജനങ്ങൾക്ക് തോന്നുന്നത്. നേതാക്കളുടെ മാത്രമല്ല, സംസ്ഥാന സർക്കാർ തന്നെ നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പിനും ഒരു വിലയുമില്ല. സെക്രട്ടറി തൊട്ടപ്പുറത്ത് പോലും ഒരു ബാങ്ക് തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉറപ്പാണ് ഈ സ്റ്റേറ്റ് ഈ ജനങ്ങൾക്ക് നൽകുന്നത്? പിന്നെ എന്ത് ഉറപ്പാണ് ഈ പോലീസ് സംവിധാനങ്ങൾ ഈ ജനങ്ങൾക്ക് നൽകുന്നത്? അതാണ് ജനത്തെ ആശങ്കപ്പെടുന്ന വിഷയം. ധന്യൻ ചേരുന്നു കണ്ണൂരിൽ നിന്നും. ധന്യൻ, താങ്കളുടെ അഭിപ്രായം? ഹലോ, ധന്യൻ പറയൂ. ഇത് വേണ്ടാത്ത ഒരു ഹർത്താൽ പണിമുടക്കായിരുന്നു. ബാങ്കുകളെ അടിച്ചമർത്തുന്ന. ഹലോ, ധന്യനാണ് കണ്ണൂരിൽ നിന്നും പ്രതികരിച്ചത്. കാരണം ഈ ഒരു വിഷയത്തിൽ പല രീതിയിൽ നമ്മൾ ജനങ്ങളുടെ പ്രതികരണം തേടിയിട്ടുണ്ട്. കാരണം ഈ ഒരു ദിവസം ഈ ഹർത്താൽ എന്ന പ്രക്ഷോഭത്തിൽ ബാങ്കിംഗ് സംഘടനകളുടെ ഐക്യപ്രസ്ഥാനമായിട്ടുള്ള തൊഴിലാളികളുടെ ഐക്യപ്രസ്ഥാനമായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് സാധാരണ രീതിയിൽ തൊഴിലാളി സംഘടനകൾ 9 പേര് അല്ലെങ്കിൽ 9 സംഘടനകൾ അടങ്ങുന്ന ഐക്യപ്രസ്ഥാനമാണ് സമരത്തിലേക്ക് പോവുക. പക്ഷേ ഈ കഴിഞ്ഞ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന് സംയുക്ത സമര സമിതിയിൽ നിന്നും ഒരു ആഹ്വാനം കിട്ടാത്തതുകൊണ്ട് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിൽ നിന്നുള്ള 7 സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ലായിരുന്നു. 2 സംഘടനകൾ, അതായത് രാഷ്ട്രീയമായ അഫിലിയേഷനുള്ള 2 സംഘടനകൾ മാത്രമാണ് പണിമുടക്കിൽ ചേർന്നുകൊണ്ട് ഇതിനെ അനുകൂലിച്ചിട്ടുള്ളത്. അതേസമയം ഈ 7 സംഘടനകളും പുറത്തുനിന്നുള്ള ഫ്രട്ടേണൽ സപ്പോർട്ട് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ട്രഷറി ബ്രാഞ്ചിൽ നടന്ന സംഭവം വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ ഈ സമരാനുകൂലികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള വിശാലമായ സ്റ്റേജും ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുമ്പോഴും ട്രഷറി ബ്രാഞ്ചും മുകളിലുള്ള ട്രിവാൻഡ്രം സിറ്റി ബ്രാഞ്ചും ഇന്നലെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുറന്ന് പ്രവർത്തിപ്പിക്കുകയും ഇടപാടുകാർക്ക് ഇടപാടുകൾ നടത്താനുള്ള സൗകര്യം നടത്തുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. പക്ഷേ ട്രഷറി ബ്രാഞ്ചിൽ പൊതു ഇടപാടുകൾ പൊതുവെ നടക്കാത്ത ഒരു ബ്രാഞ്ചാണ്. കറൻസി ചെസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രാഞ്ചാണ്. അപ്പോൾ ഇന്ന് 10:15 ഒരു പറ്റം സമരാനുകൂലികൾ ഇതിലേക്ക് കടന്നു വരികയും അവർ ബ്രാഞ്ചുകൾ അടയ്ക്കാൻ ആവശ്യപ്പെടാതെ തന്നെ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവിടെ ഒരു ആക്രമണം നടത്തുക എന്നുള്ള ഗൂഢ ഉദ്ദേശത്തിൽ തന്നെയാണ് കടന്നു വന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു മുൻകൂട്ടി തയ്യാറാക്കി തിരക്കഥയ്ക്കനുസരിച്ച് ആക്ട് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം തീർച്ചയായും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്നും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ തീർച്ചയായും കൊണ്ടുവരേണ്ടതുമാണെന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്.
തീർച്ചയായും ഉമേഷാണ് പ്രതികരണം നേടിയത്. ഉമേഷ്, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സംശയം അത് തന്നെയാണ് അദ്ദേഹം കൃത്യമായി പറയുന്നതും. ഇന്നലെ പ്രവർത്തിച്ച ബ്രാഞ്ച്, ആ ബ്രാഞ്ചിന് നേരെ ഇന്ന് രാവിലെ ആസൂത്രിതമായ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നു എന്ന സംശയമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന സംശയങ്ങൾ? ഉമേഷ് അവിടെയുള്ള ആ സമയത്ത് ഇപ്പോൾ പുതിയ ബാങ്കിൽ ഉള്ളവരുടെ പ്രതികരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ പറഞ്ഞ വ്യക്തിയുടെ വാക്കുകളാണെങ്കിൽ ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ബ്രാഞ്ചിൽ ചുരുക്കം ചില ജോലിക്കാരുണ്ടായിരുന്നു. ഈ ബ്രാഞ്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഇവിടെ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണം ഉണ്ടാകുക പറഞ്ഞാൽ വരുന്നു, അടയ്ക്കാൻ ആവശ്യപ്പെടുന്നു, അതിനുശേഷം ആക്രമണം ഉണ്ടാക്കി വളരെ പെട്ടെന്ന് അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തവുമാണ്. ഉമേഷ്, അദ്ദേഹം ആരാണ് എന്നത് അദ്ദേഹം ഡെസ്റ്റിനേഷൻ വ്യക്തമാക്കുക. രണ്ടാമത്, അദ്ദേഹം ഇപ്പോൾ ആസൂത്രിതമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ തോന്നാൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ബാങ്ക് ജീവനക്കാരുടെ സംഘടനയുടെ ഒരു പ്രതിനിധിയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കാത്ത സംഘടനയുടെ പ്രതിനിധിയാണ്. സംയുക്ത സമരസമിതിയിൽ നിന്നും അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് ബാങ്കിംഗ് മേഖലയിലെ മാത്രം 7 സംഘടനകൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. ആ പങ്കെടുക്കാത്ത സംഘടനയുടെ പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു അക്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അകത്തേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായ അന്വേഷണം ഇതിന് വേണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും തുറന്നു പ്രവർത്തിച്ച ബ്രാഞ്ച്, മറ്റ് ബ്രാഞ്ചുകൾ അടക്കം തൊട്ട് സമീപത്തുള്ള മറ്റ് SBI ബ്രാഞ്ചും പോലും തുറന്നു പ്രവർത്തിച്ചു. അതിനെതിരെയൊന്നും ഒരു അക്രമമോ ഒരു എതിർപ്പോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ ഒരു ബ്രാഞ്ച്, ട്രഷറി ബ്രാഞ്ചിന് നേരെ മാത്രം ഈ ഒരു അതിക്രമം നടന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു വ്യക്തമായ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് എത്തി ആ ബ്രാഞ്ച് മാനേജറുടെ മുറി ഇപ്പോൾ പോലീസ് മറ്റുള്ളവരിൽ നിന്നും എല്ലാവരെയും പുറത്താക്കി സീൽ ചെയ്തിട്ടുണ്ട്. പോലീസിന് കൂടുതൽ പരിശോധന വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ മാറ്റി ആ മുറിയിൽ നിന്നും, അക്രമം നടന്ന മുറിയിൽ നിന്നും ആളുകളെ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ബ്രാഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഇടപാടുകൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും. ഇതുകൂടാതെ ഉമേഷ് എന്ന് അവർ ആവശ്യപ്രകാരം അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ബാക്കി നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കുകയും ചെയ്യാം. ഏതായാലും ഉമേഷ് കൃത്യമായ വിവരങ്ങളോട് നൽകിക്കൊണ്ടിരിക്കുന്നു. CCTV ദൃശ്യങ്ങളോട് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ മാധ്യമങ്ങളോട് പുറത്തേക്ക് മാറി നിൽക്കാനോ അവർക്ക് അതിൻ്റെ പോലീസിൻ്റെ ഭാഗമായിട്ടോ മറ്റോ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ ഇരിട്ടിയിൽ നിന്നും സുരേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സുരേഷ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? സുരേഷ്, കേൾക്കാമോ? ഹലോ സുരേഷ്, കേൾക്കാമോ? എന്താണ് താങ്കൾ പറയാനുള്ളത്? സാറേ, ഞാൻ വിളിച്ചതേ, ഞാൻ ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളുക്കലാണ് സ്ഥലം. ഞാനൊരു ലോറി ഡ്രൈവറാണ്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങള് ഇത് പാർട്ടികൾ തമ്മിലുള്ള കളിയുടെ ഇടയ്ക്ക് പെട്ടുവന്ന് കുറെ സാധാരണക്കാരുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ ഈ പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം കാണിച്ചിട്ട് നമ്മുടെ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുന്നത് മനസ്സിലാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ചെയ്യണമെന്ന് വെച്ചാൽ കുറെ സാധാരണക്കാർ ജനങ്ങളെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ഇവർക്കെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ പണിക്ക് പോയിട്ട് എത്ര ദിവസം സാർ, ഈ മാസം എത്ര ഹർത്താൽ അടുപ്പിച്ചടുപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ എന്താ ചെയ്യേണ്ടത്? ഇപ്പം മന്ത്രിമാർ തന്നെ ആഹ്വാനം ചെയ്യുന്നു, മന്ത്രിമാർ തന്നെ TV-യിലും മാധ്യമങ്ങളിലൂടെയും കാണിക്കുന്നു ഇങ്ങനെ ശബരിമല സ്ത്രീ വിഷയം. അതെല്ലാം കൂടി ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിമാർ കയറി വെല്ലുവിളിക്കുകയാണ്. മൊത്തത്തിൽ ഹർത്താൽ കാരണം മടുത്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സാർ, ഇതിൽ പഴയ ബ്രിട്ടീഷ് ഭരണം പോലെ ആയിരിക്കുകയാണ് നമ്മുടെ നാട്. എന്താ ചെയ്യാ? സുരേഷ് പ്രതികരിച്ചത്. ഇപ്പോൾ ജിജോ ചേരുന്നു. ജിജോ, താങ്കളുടെ അഭിപ്രായം? ഹലോ, പറയൂ സാർ. ഞാൻ പറയാനുള്ളത്, ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. അപ്പൊ ഇപ്പോഴത്തെ സംബന്ധിച്ച് ഈ പണിമുടക്ക്, ഹർത്താല്, ഇതിനെല്ലാം സംബന്ധിച്ച് ഞങ്ങള് ഇതിൻ്റെ അകത്ത് കൂടുതലും ബുദ്ധിമുട്ടുന്ന ഈ ടാക്സിക്കാരാണ്. എന്നുവെച്ചാൽ നമ്മളെ റോഡ് ടാക്സി, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അടച്ചിട്ട് നമുക്ക് അത്രയും ദിവസങ്ങൾ നമുക്ക് വെറുതെ പോവുകയാണ്. ഇപ്പൊ നേതാക്കന്മാര് പണിമുടക്ക് 1-2 ദിവസം ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല. നേട്ടങ്ങളുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ നടപടികൾക്കെതിരെ പ്രതിഷേധം അറിയിക്കാമെങ്കിലും നമ്മൾ ഇപ്പൊ SBI കാണിച്ച പോലെ പൊതുമുതലുകൾ നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നമ്മളിപ്പം വീട്ടില് ദേഷ്യം വന്നാൽ വീട്ടിലെ സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്ഥാപനമായിട്ട് നമ്മുടെ നാട്ടിലെ ഓരോ പൊതുവായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളില്ല.
യെസ്, ശരിയാണ്. ജിജുവാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഒരിക്കലും അക്രമാസക്തമാകരുതെന്ന് സമരക്കാരോട് കോടിയേരി ബാലകൃഷ്ണൻ. പുതിയൊരു സംസ്കാരം രൂപപ്പെട്ടു വരണം. പണിമുടക്കത്തിലും സമരത്തിലും കാലോചിതമായ മാറ്റം വേണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. പണിമുടക്കുന്ന തൊഴിലാളികളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് പ്രധാന സമരവേദിയിലായിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ വേദിക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു അക്രമം ഉണ്ടായത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആ വേദിയിൽ നിന്നും പറഞ്ഞാൽ കേൾക്കാവുന്ന അത്ര ദൂരത്ത് നിൽക്കുന്നതാണ് ഈ SBIയുടെ ഓഫീസ്. അവിടെയാണ് ഇന്ന് രാവിലെ ഒരു കൂട്ടം ആൾക്കാർ, നമ്മൾ ഈ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഉള്ളിലേക്ക് വരികയും മാനേജറോട് കയർക്കുകയും വരുമ്പോൾ തന്നെ അവിടെ റിസപ്ഷനിലുള്ള സ്ത്രീ തന്നെ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ അവർ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് റിസപ്ഷനിലിരിക്കുന്ന സ്ത്രീ പറയുകയും ചെയ്തു. അത്തരത്തിൽ ഒരു ബഹളം ഉണ്ടാക്കിക്കൊണ്ട് മാനേജറുടെ മുറിയിൽ നിന്നും വളരെ പെട്ടെന്ന് അവരുടെ മേശ അടിച്ചു കൊടുക്കുകയും അവരുടെ ഉപകരണങ്ങൾ, ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറാവട്ടെ, പ്രിൻ്ററാവട്ടെ, സ്ക്രീനാവട്ടെ, ജോലി ചെയ്യാനുള്ള ടെലിഫോണാവട്ടെ, ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ ബാങ്കിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണുന്ന പോലെ വളരെ പെട്ടെന്ന് തിരിച്ചു പോവുകയുമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു അക്രമം ആസൂത്രിതമായിരുന്നു എന്ന് തന്നെയാണ് ബാങ്ക് ജീവനക്കാരിൽ ഒരാൾ ഇപ്പോൾ പറഞ്ഞതും. അവരുടെ അങ്ങനെ ഒരു വികാരം അവർക്കുമുണ്ട്. കാരണം ഇന്നലെയും ഈ ബാങ്ക് തുറന്നിരുന്നു. കാരണം ബാങ്കിൽ പണിമുടക്കുന്നവരുണ്ട്, പണിമുടക്കാത്തവരുണ്ട്. പണിമുടക്കാത്ത ആൾക്കാർ വന്നിരുന്നു, അവർ തുറന്നിരുന്നു. വലിയ ഇടപാടുകൾ നടക്കുന്നൊരു കേന്ദ്രമല്ലാത്തത് കൊണ്ട് തന്നെ ബാങ്ക് തുറന്നിരുന്നു. ബാങ്ക് ആക്ടിവിറ്റീസ് അവിടെ നടന്നിരുന്നു. വൈകുന്നേരം വരെയും ബാങ്ക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് ഈ സമരവേദിയുടെ തൊട്ടപ്പുറത്താണ്, സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്താണ്. ഇന്ന് രാവിലെ ആ സമരവേദിയുടെ തൊട്ടപ്പുറത്തുള്ള ബെഞ്ചിലേക്കാണ് ഒരു കൂട്ടം സമരക്കാർ എന്ന് പറയുന്നവർ, CCTV ദൃശ്യങ്ങൾ കാണുന്നവർ അവിടേക്ക് എത്തി ഈ അതിക്രമം കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് സമരവേദിയിലാവട്ടെ മറ്റിടങ്ങളിലാവട്ടെ ഒരു തരത്തിലും അക്രമാസക്തമാവരുത്, ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് അതിന് തൊട്ടടുത്ത് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ബാങ്ക് മാനേജറുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഉദ്ദേശം 10:15 ഒരു 10-15 പേരടങ്ങുന്ന സംഘം ബ്രാഞ്ചിലേക്ക് തള്ളിക്കയറി ഇന്ന് പണിമുടക്കാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും തെറി പറയുകയും നമ്മുടെ ജീവനക്കാരെ എല്ലാവരെയും അടക്കം തെറി പറയുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് തള്ളിക്കയറുകയും എൻ്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാം, എൻ്റെ സിസ്റ്റം, ഫോണ്, കമ്പ്യൂട്ടർ, ഇത് മേശപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ചില്ല് ഇതെല്ലാം തല്ലി പൊട്ടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ വരെ തല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് എത്തി. അടയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഉടനെ തന്നെ ഇത് അടയ്ക്കാമെന്നും പറഞ്ഞു എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഇത് ബാക്കി അത്രയും ഈ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള തുടക്കമായത്. ആൾക്കാരെങ്കിലും തിരിച്ചറിയാമോ ആരൊക്കെയാണ്? ആൾക്കാരെല്ലാം CCTVയിൽ ആളുകളുടെ ഇത് പതിഞ്ഞിട്ടുണ്ട്. അത് പോലീസ് നമ്മുടെ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട നടപടികൾ അത് എടുത്തോളും. ഇതാണ് മാനേജറുടെ വാക്കുകൾ. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഗുജറാത്തിലുണ്ടായ 22 വ്യാജ ഏറ്റുമുട്ടൽ കേസുകളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഹർജിക്കാർക്ക് കൈമാറാൻ സുപ്രീം കോടതി അനുമതി നൽകി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്ന കമ്മീഷനാണ് ജസ്റ്റിസ് AK വേദി കമ്മീഷൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഏകാംഗ കമ്മീഷൻ ഈ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ 22 വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെ പറ്റി പരിശോധിച്ചാണ് റിപ്പോർട്ട് നൽകിയിരുന്നത്. റിപ്പോർട്ട് രഹസ്യമാക്കി വെക്കണമെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ ആവശ്യം. സുപ്രീം കോടതിയിൽ ഈ വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്തരിച്ച മാധ്യമപ്രവർത്തകനായിരുന്ന BG വർഗീസും കവി ജാവേദ് അക്തറുമാണ് ഹർജി നൽകിയിരുന്നത്. 2007 നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് പരിഗണിച്ചത്. കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ കക്ഷികൾക്ക് നൽകണം. കക്ഷികൾക്ക്, അതായത് ജാവേദ് അക്തറിന് നൽകണം. ജീവിച്ചിരിക്കുന്ന ഒരേ ഹർജിക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഈ റിപ്പോർട്ടിന്മേലുള്ള മറുപടി ഫയൽ ചെയ്യാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ റിപ്പോർട്ട് ആർക്കും കൈമാറരുതെന്ന ഗുജറാത്ത് സർക്കാരിന്റെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയാണുള്ളത്. ഈ റിപ്പോർട്ട് മറ്റാരെങ്കിലുമായി പങ്കുവച്ചിരുന്നുവെന്ന് കോടതി നേരത്തെ ജസ്റ്റിസ് HS ബേദിയോട് ആരാഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് പരസ്യപ്പെടുത്താനുള്ള തീരുമാനം. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംവരണ ബിൽ രാജ്യസഭയിൽ.
ഇന്നലെ ലോക്സഭ പാസാക്കിയ സാമ്പത്തിക സവരണ ബിൽ ഇന്ന് രാജ്യസഭയുടെ പരിഗണനയ്ക്കെത്തും. ഉച്ചയ്ക്ക് ശേഷമാവും ബില്ല് പരിഗണിക്കുക. അതേസമയം രാജ്യസഭാ നടപടികൾ നീട്ടിയതിൽ പ്രതിഷേധവുമായും പ്രതിപക്ഷം രംഗത്തെത്തി. അംഗങ്ങളുടെ വികാരം മാനിച്ചല്ല രാജ്യസഭ നീട്ടിയതെന്നും അർദ്ധരാത്രിയിലാണ് സർക്കാർ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. Is about the northeast of the country. The entire northeastern India is on fire. It affects the security and stability of India. Forget about any other discussion. The government is responsible. Home Minister must come and make a statement. There's no question of any bill. First the Home Minister. സഭാ നടപടികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാനാണ് രാജ്യം ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ധനമന്ത്രി ജെയ്റ്റ്ലിയുടെ പ്രതികരണം. അഭിലാഷ്, ഇന്നെന്തൊക്കെയാണ് സഭയിലുണ്ടായത്? ഗോപികൃഷ്ണൻ, രാജ്യസഭാ നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ രംഗത്തെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് എംപിമാർക്ക് സംസാരിക്കുന്നതിനുള്ള അവസരം സ്പീക്കർ നൽകിയത്. തുടർന്നാണ് പ്രതിപക്ഷ വികാരങ്ങളെ മാനിക്കാതെയാണ് ഇത്തരത്തിൽ സഭാ നടപടികളുമായി മുന്നോട്ട് പോയത് എന്ന ആക്ഷേപം കോൺഗ്രസ് ഉന്നയിച്ചത്. അതിന് മറുപടിയായാണ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ്, രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് ഒരു ദിവസത്തേക്ക് സഭാ നടപടികൾ നീട്ടിവെച്ചത് എന്നുള്ളതായിരുന്നു. ഈ ബഹളത്തിനിടെയാണ് രാജ്യസഭ ശൂന്യവേളയിലേക്ക് കടന്നത്. ശൂന്യവേളയിൽ ഇന്നലെ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഈ സമരത്തിന്റെ ശോഭ കെടുത്തല്ലേ ചെയ്യുന്നത്? സമരത്തിന്റെ ശോഭയൊന്നും കെടുത്താൻ ആർക്കും സാധിക്കില്ല. ഒറ്റപ്പെടുത്തിയ ഇത്തരം സംഭവങ്ങൾ അത് സമരത്തിന്റെ ഭാഗമല്ല. ഇത്തരം സംഭവങ്ങളെ അപലപിക്കും. നടപടി ഉണ്ടാവുമോ? അല്ല, അത് പരിശോധിച്ചാൽ ആരാണ് ചെയ്തതെന്നുള്ള സമരസമിതി പരിശോധിക്കട്ടെ. ശരി, അവിടെ ക്യാമറ ഉണ്ടല്ലോ, നോക്കാം ആരാണ് ചെയ്തതെന്നുള്ളത്. ശരി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ SBI ബ്രാഞ്ചിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു വാർത്തകളിലേക്ക്. ശബരിമല വിഷയത്തിൽ BJP MP-മാർ ഇന്ന് രാഷ്ട്രപതിയെ കാണും. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തും. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടണോ എന്നതിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇന്ന് BJP സംഘം രാഷ്ട്രപതിയെ കാണുന്നത് ശബരിമലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച BJP പ്രതിനിധി സംഘത്തിന്റെ റിപ്പോർട്ട് കൈമാറാനാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളത്തിൽ നിയമവ്യവസ്ഥ, നിയമപരിപാലന സംവിധാനം, ഭരണഘടനാ സംവിധാനം ഏതാണ്ട് അതിവേഗം അപകടകരമായ തലത്തിലേക്ക് അപജയം നടത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയാണ് CPM-ന്റെ ഭരണഘടനയേക്കാൾ മുകളിലുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകുന്നു. രാഷ്ട്രപതി രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും ഉയർന്ന അധികാരസ്ഥാനമായതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങൾ നിവേദനം നടത്താനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് രാത്രി 8 മണിക്ക് യോഗം ചേരും. വർമ്മയ്ക്കെതിരായ നടപടി നിശ്ചയിക്കാനുള്ള സമിതിയിൽ ചീഫ് ജസ്റ്റിസ് ഭാഗമാകില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അലോക് വർമ്മ നൽകിയ ഹർജിയിൽ വിധി പ്രസ്താവിച്ചത് ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ടാണ് മാറി നിൽക്കാനുള്ള തീരുമാനം. അതേസമയം CBI ഡയറക്ടറായി അലോക് വർമ്മ വീണ്ടും ചുമതലയേറ്റു.